എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറുപയറൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു അടിപൊളി ചമ്മന്തിയാണിത്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെറുപയർ ചമ്മന്തിയാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാൻ 1/4 കപ്പിനടുത്ത് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നല്ലതുപോലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ചെറുപയർ നന്നായിട്ട് കഴുകിയ ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടാണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. ഒരു ഇരുമ്പ് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം ഈ 1/4 കപ്പ് ചെറുപയർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഈ പച്ച കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുറച്ചുകൂടി കളറൊക്കെ ഒന്ന് മാറി വരാനുണ്ട്. ഇപ്പോൾ പാകത്തിന് ചെറുപയർ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതേ ഇരുമ്പ് ചട്ടിയിൽ തന്നെയാണ് ഉണക്കമുളകും കൂടി വറുത്തെടുക്കുന്നത്. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. 6 ഉണക്കമുളകാണ് ഇപ്പോൾ ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഇപ്പോൾ മുളകും ഇവിടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. മുളക് വറുത്തെടുത്ത ശേഷം അല്പസമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് നിറയെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും 3 ചെറിയ വെളുത്തുള്ളി അല്ലിയും 2 ചുവന്നുള്ളിയും വളരെ ചെറിയൊരു കഷ്ണം പുളിയും കുറച്ച് ഉപ്പുമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചെറുപയറും ഉണക്കമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ ചൂട് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ചെറിയ ഒരു തരിതരിപ്പായിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ചെറുപയറും ഉണക്കമുളകും തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പുളിയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എടുത്തു വെച്ചിരുന്ന തേങ്ങയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തത്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ചെറുപയർ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്